നമസ്കാരം. സംഘപരിവാർ ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത്. അവർ എത്രമാത്രം ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, രാജ്യത്തെ അവർ എങ്ങോട്ടാണ് നയിക്കുന്നത്. പലപ്പോഴും രാജ്യത്തിന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനം മൂലം. ഇപ്പോഴും അത്തരത്തിലൊരു അവസ്ഥയിലേക്കാണ് രാജ്യത്തെ ഈ സംഘപരിവാരങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഘപരിവാരങ്ങൾ അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ആരെയൊക്കെ സമീപിക്കും, ഏത് രീതിയിലൊക്കെ സമീപിക്കും. ചില ആളുകൾ സംഘപരിവാരങ്ങളുടെ വക്കാലത്തുമായി ഇപ്പോൾ രംഗത്തുണ്ട്. മറുനാടൻ ഷാജനെ പോലുള്ള ആളുകൾ. അവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സംഘപരിവാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, രാജ്യത്ത് ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പ്രക്ഷോഭത്തിലാണ്. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അവർ രാജ്യവിരുദ്ധരാണ് എന്നാണ് മറുനാടൻ ഷാജൻ പറയുന്നത്. ആ വീഡിയോ കുറച്ച് ഞാനൊന്ന് കണ്ടപ്പോഴാണ് ഷാജന്റെ ഒരു പോക്ക് എനിക്ക് മനസ്സിലാക്കാനായത്. അതായത്, ഷാജൻ ഇവിടെ പല വിധത്തിലുള്ള വീഡിയോയുമായി രംഗത്തെത്താറുണ്ട്. ചിലപ്പോഴൊക്കെ നിഷ്പക്ഷനായി എല്ലാവരെയും വിമർശിക്കുന്ന ഒരാളായി അവതരിക്കും. ചിലപ്പോൾ സംഘപരിവാരങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നത് ഷാജനിലൂടെയായിരിക്കും. അവരെ വെളുപ്പിക്കുന്ന പണിയാണ്. മറ്റു ചിലപ്പോൾ പെൺവാണിഭവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടവുമായിരിക്കും ഷാജന്റെ വിഷയങ്ങൾ. അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പഴയകാല സിനിമ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വിഭാഗം ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന എല്ലാ സീനുകളും പഴയകാല സിനിമകളിൽ ഇടം പിടിക്കാറുണ്ട്. ഒരു കുളി സീൻ ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ ഒരു സംഘടനം ഉണ്ടാകാറുണ്ട്, പ്രേം നസീറിന്റെ ഒരു പാട്ടുണ്ടാകാറുണ്ട്, മരം ചുറ്റി പ്രണയം ഉണ്ടാകാറുണ്ട്, ബാലൻ കെ നായരുടെ ഒരു ബലാത്സംഗവും ഉണ്ടാകാറുണ്ട്. ഇതാണ് പഴയകാല സിനിമ. ആളുകളെ പിടിച്ചിരുത്തുക, ഇത്തരത്തിലുള്ള സീനുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ അത് കാണാനും കേൾക്കാനും ഒക്കെ ആളെ കിട്ടും. ഇതാണ് ഷാജന്റെ വീഡിയോകളുടെ മൊത്തത്തിലുള്ള ഒരു നിലവാരം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാം. ഷാജൻ പറയുന്നത്, ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടതാണ്. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത് എന്ന് ഷാജൻ പറയുന്നു. അതേസമയം രാജ്യവിരുദ്ധരുടെ കൂടെ നിൽക്കാൻ തയ്യാറല്ല എന്നും ഷാജൻ ഇവിടെ പറയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാരങ്ങൾ ഷാജനിലൂടെ അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ്. ഇതിന്റെ തിക്തഫലം എത്രമാത്രം വലുതാണ് എന്ന് പരിശോധിച്ചാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ മേഖല അത് മെച്ചപ്പെട്ടതാണ്. ഇവിടെ തൊഴിലെടുക്കാൻ കഴിയാത്ത ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ശമ്പളം വാങ്ങിച്ച് തൊഴിലെടുക്കുന്നുണ്ട്. നഴ്സുമാരായും അതുപോലെ തന്നെ ഡോക്ടർമാരായും ഒക്കെ അവർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നല്ല ശമ്പളത്തിന് തന്നെ തൊഴിലെടുക്കുന്നു. ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവിടുത്തെ ഡോക്ടർമാർ, ഇവിടുത്തെ നഴ്സുമാർ, അവർക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെയും ഒക്കെ ഡിമാൻഡ്? അത് എത്രമാത്രം ഉണ്ടായിരിക്കും? അവരെ എത്രമാത്രം മറ്റു രാജ്യങ്ങൾ അവരുടെ മേഖലയിൽ പണിയെടുക്കാൻ അവർ സമ്മതിക്കും? അക്കാര്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. അതായത്, ഇവിടെ ചില രാജ്യങ്ങളിൽ നിന്ന്, ചില പ്രത്യേക താല്പര്യമുള്ള ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റി ഇവിടുത്തെ പരീക്ഷകൾ, മത്സര പരീക്ഷകളൊക്കെ അട്ടിമറിക്കുകയാണ്. ചോദ്യപേപ്പർ ചോരുകയാണ്. ഈ ചോദ്യപേപ്പർ ചോരുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ഇത്തരം പരീക്ഷ എഴുതി വരുന്ന ആളുകളുടെയൊക്കെ ആ ബിരുദം പോലും ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാർ ഗവൺമെന്റ്. രാജ്യമോ രാജ്യ താല്പര്യമോ രാജ്യത്തെ പൗരന്മാരോ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രധാനപ്പെട്ടവരല്ല. അവർക്ക് പണമാണ് വലുത്. RSS വരുന്ന പണം അത് എവിടെ നിന്നൊക്കെയാണ്, എന്തിനാണ് ഈ പണം കൈപ്പറ്റുന്നത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ആഭ്യന്തരമന്ത്രി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. RSS രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സമൻസ് കിട്ടിബോധിച്ചു എന്ന വിവരമാണ് അറിയാൻ കഴിയുന്നത്. RSSനെതിരെ ശബ്ദിക്കാൻ കഴിയുന്നില്ല. അവരുടെ നെറികേടുകളെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ പറയുന്ന ആളുകൾ കേസിൽ പ്രതികളാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ RSSകാരും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളും പറയുന്നത്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന, സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ട് എന്നാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്.
പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ ഫണ്ടാണ് ഈ സമരത്തിനെത്താൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചത്. അമേരിക്ക അയച്ചു തന്ന 20 രൂപ എടുത്ത് ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ സമരത്തിന് പോയത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരാണ് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത്? ആരാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്നത്, പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്നത്? ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങൾ അവരെയൊക്കെ മോശപ്പെടുത്തി സംസാരിക്കാൻ, ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കൊള്ളരുതാത്തവരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ വിദേശത്തു നിന്നും സഹായം കൈപ്പറ്റി ഇവിടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മോശക്കാരാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ പണം ഏത് വഴിക്കൊക്കെയാണ് വരുന്നത്? ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? രാജ്യമാണോ ഇവർക്ക് പ്രധാനപ്പെട്ടത്, അതേസമയം മറ്റ് വിദേശ ശക്തികളാണോ ഇവർക്ക് പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക താല്പര്യത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ മാലേഗാവ് സ്ഫോടനമുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് വാർത്തകൾ പ്രചരിച്ചു. കൃത്യമായി സത്യസന്ധമായ ചില വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മാലേഗാവ് സ്ഫോടനം ഇസ്രായേലിന്റെ കൂടെ താല്പര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സഹായം അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായി, RSS അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മാലേഗാവ് സ്ഫോടനത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അത് ഓപ്പറേറ്റ് ചെയ്തത് RSSന്റെ നാഗ്പൂരിലുള്ള അവരുടെ അഖിലേന്ത്യാ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറെ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് തുറന്നു പറയുന്നതിന് മുമ്പ്, നടപടി എടുക്കുന്നതിന് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടു. എന്തായാലും പിന്നീട് ആരൊക്കെയാണ് ഈ മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർ എന്ന കാര്യം പുറം ലോകം അറിഞ്ഞു. ആദ്യം പ്രതികളായി കണ്ടിരുന്ന ആളുകളൊക്കെ പിന്നീട് അവരെയൊക്കെ കോടതി കുറ്റവിമുക്തരാക്കി. മരണപ്പെട്ടതിന് ശേഷം അവരുടെ കുഴിമാടത്തിനടുത്ത് നിന്ന് കോടതി അവരെ കുറ്റവിമുക്തരാക്കിയ ആ വിധി വായിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു വിധി പറഞ്ഞതിന്റെ ഭാഗമായി ആദ്യം കുറ്റക്കാരാക്കപ്പെട്ട ആളുകൾക്ക് ഒരു നീതിയും ലഭിച്ചില്ല, അവർക്കൊരു ഗുണവും ഉണ്ടായില്ല. RSSകാർ ആദ്യ സമയങ്ങളിലൊക്കെ അവർ അഴിഞ്ഞാടി, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനവർ വിദേശത്തു നിന്നും അതുപോലെ തന്നെ സ്വദേശത്തു നിന്നും രാജ്യവിരുദ്ധരുടെ പക്കൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ പണം വാങ്ങിച്ചു. ഇപ്പോഴും അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലും അവർ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും RSS അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയാവുന്ന ആളുകളെയൊക്കെ കൂടെ നിർത്തുന്നു. അത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവന്റെ പാർട്ടി അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. RSSന്റെ നയങ്ങളും ആശയങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നവൻ അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും RSSകാർക്ക് അവർ സ്വീകാര്യരാണ്. അവരുടെ വിഷയങ്ങൾ പറയാൻ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തയ്യാറാണെങ്കിൽ അവർക്ക് വാരിക്കോരി കൊടുക്കാൻ RSS തയ്യാറാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മേജർ രവി ഇന്നൊരു വീഡിയോയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് വിസ്മയ മോഹൻലാൽ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ് മേജർ രവിയുടെ മറുപടി. ഇയാളോട് ആരാണ് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിച്ചു പോവുകയാണ്. വിസ്മയ മോഹൻലാലിന് ഒരു അച്ഛനുണ്ട്, പേര് മോഹൻലാൽ എന്നാണ്. മലയാളികൾ അറിയുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. മകളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, മകളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ അച്ഛൻ പറഞ്ഞോളും. മേജർ രവിയുടെ കുടുംബത്തെ കാര്യം നോക്കുക, മറ്റു വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കുക. നേരത്തെയും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ മോഹൻലാൽ എന്നോട് ക്ഷമ ചോദിച്ചു, അല്ലെങ്കിൽ മലയാളികളോട് ക്ഷമ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് മേജർ രവി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ പറയുന്നത് വിസ്മയ മോഹൻലാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പിന്തുണ കൊടുത്തതല്ല, കുട്ടികളെ തല്ലുന്നത് കണ്ടപ്പോൾ ഇടപെട്ടതാണ്. അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് വിസ്മയ മോഹൻലാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ് മേജർ രവി പറയുന്നത്. അവരെന്തോ പറയട്ടെ, ഇനി അവർക്ക് ഈ വിഷയത്തിൽ അവരുടെ കുടുംബത്ത് ആർക്കെങ്കിലും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കുടുംബക്കാർ പറയട്ടെ. മേജർ രവിയുടെ കാര്യം നോക്കണം, സ്വന്തം കുടുംബത്തെ കാര്യം നോക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.